ഗൈസ് ഇന്നൊരു ഞായറാഴ്ചയില്ലേ അപ്പോൾ നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമ്മൾ നട്ട കപ്പ സോറി ഗൈസ് അച്ചായി നട്ട കപ്പ അച്ചായി വലിച്ചൂരാണ്. അത് അമ്മയുടെ ഇട്ട് കൊടുത്തപ്പോഴേക്കും അമ്മ വന്നിട്ട് അത് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ ഇവിടെ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടിയിട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുക. ആ ഒരു സമയത്ത് അമ്മ കപ്പയെല്ലാം കഴിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തവിയുടെ മൂട് കൊണ്ട് ഇളക്കുക. നോട്ട് ദ പോയിന്റ്, തവിയുടെ മൂട് കൊണ്ട് ഇളക്കുക. അമ്പാനി വൈബ്. അപ്പോൾ എന്താണ് ഇറച്ചിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വെന്തുടഞ്ഞ കപ്പ അതിലോട്ട് ഇട്ടിട്ട് കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരാളെ കൊണ്ട് നന്നായിട്ട് ഇളപ്പിക്കുക കേട്ടോ. ഇളക്കില്ലാണ് കാര്യം. പിന്നെ വല്ലൻ്റെ പറമ്പിൽ ചെന്നിട്ട് ഒരു വാഴയില ഉറക്കിയതാ നമ്മളൊരു അടരക്കുണ്ടോ, അതിന് വെറുതെ വിടാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. നേരെ വന്ന് എല്ലാം കൂടി നിലത്ത് പടഞ്ഞിരുന്നതിന് ശേഷം ആ വാഴയിലിട്ട് കപ്പയും കുറച്ച് സവാളയൊക്കെ ഇട്ട് ഒരു കട്ടനൊക്കെ കുടിച്ച് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട് ഗൈസ്. അമ്പോ.